തിരുവനന്തപുരം പൊഴിയൂർ പൊഴിക്കരയിൽ സുഹൃത്തുക്കളോടൊപ്പം കുളിക്കുന്നതിനിടയിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന സങ്കടകരമായ വാർത്ത. +2 വിദ്യാർത്ഥി ഫാരീസ് അഹമ്മദാണ് മരിച്ചത്. മേഘന മുരളി ചേരുന്നു നമുക്കൊപ്പം. മേഘന, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ കുട്ടിയെ കാണാതായിട്ട് 2-3 ദിവസങ്ങളായില്ലേ? ഗുഡ് മോർണിംഗ് എസ് കെ. ഈ ശനിയാഴ്ചയാണ് ഫാരിസ് അഹമ്മദിനെ കാണാതാകുന്നത്. പൊഴിയൂർ സ്വദേശിയാണ്. ഈ പൊഴിക്കരയിൽ 3 സുഹൃത്തുക്കൾ ചേർന്ന് കുളിക്കാൻ എത്തിയതായിരുന്നു. കടലും കായലും സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് പൊഴിക്കര. ഇവിടെ വെള്ളം കുറവാണ് എന്നുള്ളൊരു ധാരണയിൽ 3 വിദ്യാർത്ഥികൾ കുളിക്കാൻ ഇറങ്ങിയായിരുന്നു. ശേഷം ഈ 17 വയസ്സ് മാത്രം പ്രായമുള്ള ഫാരിസ് അഹമ്മദ് മുങ്ങിപ്പോവുകയായിരുന്നു. പിന്നീട് 2 ദിവസമായി പൂവാർ ഫയർഫോഴ്സും പോലീസും അടക്കമുള്ള സ്കൂബ ടീം അംഗങ്ങളടക്കം പരിശോധന നടത്തുകയായിരുന്നു. കൂടുതലും കടലിലേക്കായിരുന്നു, അതായത് കടലിലേക്ക് ഈ എത്തിയേക്കാം എന്നുള്ളൊരു ധാരണയിൽ കൂടുതലും കടലിലേക്കായിരുന്നു പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് പാറക്കെട്ടുകൾക്കിടയിൽ. ഈ മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികളാണ് പാറക്കെട്ടുകൾക്കിടയിൽ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. നെയ്യാറ്റിൻകര ബോയ്സ് HSSലെ +2 വിദ്യാർത്ഥിയാണ് ഫാരിസ് അഹമ്മദ്. അതിൽ കഴിഞ്ഞ 2 ദിവസമായി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഒരു മുന്നറിയിപ്പ് നൽകുന്നത് ഈ വെള്ളക്കെട്ടിൽ ഇറങ്ങിയും അല്ലെങ്കിൽ പ്രദേശത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഴമടക്കം അറിയാതെ വിദ്യാർത്ഥികൾ കടലിലേക്ക് ഇറങ്ങുകയും അല്ലെങ്കിൽ ജലാശയങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച പതിവാണ്, അപകടങ്ങൾ പതിവാണ്. അതുകൊണ്ട് ഒരു വലിയ മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ നൽകുന്നുണ്ട്. എന്തായാലും മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി സംസ്കാര ചടങ്ങുകളും മറ്റ് ചടങ്ങുകളും ഒക്കെ അല്പസമയത്തിനകം ഉണ്ടാകും. ഓക്കെ, താങ്ക് യു. എന്തായാലും സങ്കടകരമായ വാർത്തയായി പോയി മേഘന.